ഹായ് ഹലോ, ഇത് ഞാൻ മൂന്നാമത്തെ നാലാമത്തെ ട്രിപ്പാണ് കേട്ടോ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കാര്യം ഞാനൊരു അടിപൊളി ട്രാവൽ സൈസായിട്ടുള്ള ഒരു ക്യാപ്സൂൾ ടൈപ്പ് ക്ലെൻസിങ് ഓയിലാണ് ഞാൻ ഇത് റിവ്യൂ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യണം, ഫസ്റ്റ് ടൈം ഓപ്പണിങ് ചെയ്യുന്ന ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ ക്ലെൻസിങ് ഓയിൽ ഞാൻ വേറെ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനൊരു ഫുൾ ഓൺ മേക്കപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചപ്പം ആമസോണിലാണ് ഞാൻ വാങ്ങിച്ചത്. അത്യാവശ്യം പ്രൈസി ആയിരുന്നു. പക്ഷേ പ്രൈസിന് ഇത് വർത്താന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പക്ഷേ ഇപ്പം ഞാൻ നോക്കിയപ്പം അത് ആമസോണിൽ അൺഅവൈലബിൾ ആണ്. കറൻ്റലി അൺഅവൈലബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സാധനം ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളവർക്കും അതേപോലെ ഹോസ്റ്റൽ സ്റ്റേ ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. കാരണം ഇപ്പോൾ ലീക്കായി പോകുന്നു അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നു ഒന്നും നോക്കണ്ട. കാരണം ഈ ക്യാപ്പ് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഫുള്ള് നമുക്ക് എടുത്തിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യാമെന്നാണ്. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യം വന്നില്ല. കാരണം ഞാൻ ആദ്യം ഫസ്റ്റ് കുറച്ചെടുത്ത് നോക്കി. കാരണം എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ നമുക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഒരു ഹാഫിൽ കുറച്ച് എടുത്തിട്ട് ഒന്ന് മേക്കപ്പ് ഫുള്ള് ഞാൻ റിമൂവ് ചെയ്തതിന്. കാരണം കാജൽ, മസ്കാര, ഐബ്രോ പൗഡർ, ഐബ്രോ പെൻസിൽ, ഐബ്രോ ജെൽ, ഇത് മൂന്നുമാണ് ഞാൻ ഐബ്രോയിൽ ഇട്ടേക്കുന്നത്. അതിൽ മസ്കാര ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ അത്യാവശ്യം ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ് ഇട്ടേക്കുന്നത്, മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഇട്ടിരുന്നത്. അതും റിമൂവ് ചെയ്യുന്നുണ്ട്. ഫേസിൽ ഫുൾ മേക്കപ്പും ഒന്ന് റബ്ബ് ചെയ്തപ്പോൾ തന്നെ അടിപൊളിയായിട്ട് ഒരു ഇച്ചിരി കൂടെ വെള്ളം കൂടെ ഒരു 2-3 ഡ്രോപ്സ് വെള്ളം കൂടെ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം മെൽറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല മേക്കപ്പ് ഫുള്ള് നല്ലോണം മെൽറ്റായി വരും കേട്ടോ. കാരണം ഇത്രയും മെൽറ്റായി വരും ഞാൻ വിചാരിച്ചേ കണ്ടോ. ഒന്ന് ടിഷ്യൂവിൽ ഞാൻ വൈപ്പ് ചെയ്ത് നോക്കിയപ്പം ഫുൾ ഫേസിലിരുന്ന് ഫുൾ മേക്കപ്പും മെൽറ്റോണായി അടിപൊളിയായിട്ട് റിമൂവ് ആവുന്നുണ്ട്. അപ്പം ഫുൾ എടുക്കണമെന്ന് ആവശ്യമില്ല. അതിൻ്റെ ഒരു ക്വാർട്ടർ സൈസ് എടുത്തിട്ട് നമുക്ക് ആ ഫേസിൽ ഫുൾ മേക്കപ്പ് ഒരുപാട് ഹെവി മേക്കപ്പ് ആണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തതിന് മുമ്പ് ഇതിൻ്റെ ഒരു ക്യാപ്സൂൾ ടൈപ്പാണ്, ഗ്ലാസ് ടൈപ്പാണ്. തടവിന് അങ്ങനെ പെട്ടെന്ന് പൊട്ടതൊന്നുമില്ല, ലീക്ക് ആവത്തില്ല. നമ്മൾ യൂസ് ചെയ്തിട്ട് അത് ആ ക്യാപ്പ് കൊണ്ട് തന്നെ നമുക്ക് അടച്ചു വെക്കുകയാണെങ്കിൽ അങ്ങനെ പോകത്തില്ല. 10 പീസസ് ആണ് പ്രോഡക്റ്റ്. ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിൽ അടിപൊളി പ്രോഡക്റ്റാണ്. വയസ്സുള്ളവർക്ക് വൈബ്സ് റബ്ബ് ചെയ്യുമ്പം ഫേസിനൊരു ഇറിറ്റേഷൻ വരും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഞാൻ നോക്കിയിരുന്ന് തപ്പിയെടുത്തതാണ്. പക്ഷേ ഇപ്പോൾ അത് അവൈലബിൾ ആകുമ്പോൾ ഞാൻ എന്തായാലും പറയാം കേട്ടോ. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ട്രാവൽ ചെയ്യുന്ന നിങ്ങൾക്ക് ഫ്രണ്ട്സോ ഫാമിലീസ് ആരെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്നവരോ ലേഡീസോ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് കൈകൊണ്ട് നടക്കുമെങ്കിൽ, കാരണം ഒരു സൈഡിൽ ഒരു ബാഗിലൊക്കെ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുന്നതെന്ന് പൊട്ടിപ്പോകുന്നു, ലീക്കാവുന്നു, ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. അടിപൊളി പ്രോഡക്റ്റാണ്. എന്നിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ഞാനിപ്പോൾ ടാബ് ചെയ്ത് നോക്കുന്നത് ടവലിൽ ആ ലിപ്സ്റ്റിക്ക് എന്തെങ്കിലും, കാരണം നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്താൽ ലിപ്സ്റ്റിക്ക് നമ്മൾ ശരിക്കും മേക്കപ്പ് റിമൂവ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് അവിടെ ആയിട്ട് അത് റെഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് റെഡ് ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടത്, മാറ്റായിട്ടുള്ളത്. പക്ഷേ ഇച്ചിരി പോലും നമ്മുടെ ലിപ്സിൽ, കാരണം ഫുൾ മെൽറ്റായി നമ്മൾ വെള്ളം കൂടെ വെച്ച് നല്ലോണം കൊടുത്തപ്പോഴത്തേക്ക് ഫുള്ള് മെൽറ്റായി. അങ്ങനെ എന്താ പറയുക, ഫേസ് ഡ്രൈ ആയിട്ടും തോന്നുന്നില്ല. ഓയിൽ ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാ സ്കിൻ ടോണിനും അടിപൊളിയായിരിക്കും. ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് നല്ല യൂസ് ആയിട്ട് തോന്നും. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇത് അൺഅവൈലബിൾ ആവും ഞാൻ വിചാരിച്ച് നോക്കിയതേ അല്ല കേട്ടോ. ഈ ക്ലീൻസിങ് ഓയിലൊക്കെ യൂസ് ചെയ്തവർക്ക് മനസ്സിലാവും. അത് നമ്മൾ മെൽറ്റ് ചെയ്യിച്ചാൽ നമുക്ക് പക്ഷേ ഒരുപാട് ഞാൻ എഫക്റ്റ് ഇട്ടൊന്നും റബ്ബ് ചെയ്തില്ല. ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് മെൽറ്റായി വന്നു. അപ്പം ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എവിടെയെങ്കിലും പുറത്ത് ആർക്കെങ്കിലും ബ്രൈഡൽസ് ഇതായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഈ ഒരു ക്യാപ്സൂൾ 1-2 വെച്ച് കൊടുത്താൽ മതി. ഫ്രീ സർവീസായിട്ട് അടിപൊളിയായിട്ട് വൈബ്സൊക്കെ കൊടുക്കാനൊക്കെ എനിക്ക് തോന്നി ഇത് ഇച്ചിരിയും കൂടെ ബെനിഫിറ്റ് ആയിരിക്കുന്നതെന്ന് തോന്നുന്നത്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ട്രാവൽ സൈസുള്ള പ്രോഡക്റ്റ്, അതേപോലെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനുള്ള പ്രോഡക്റ്റൊക്കെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പ്രോഡക്റ്റൊക്കെ അത്യാവശ്യം നല്ലൊരു ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്തത്. അടിപൊളി ഫൗണ്ടേഷനാണ് ഇത് യൂസ് ചെയ്ത് ഫുൾ ഫേസിനായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്തതാണ്. അപ്പം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതുപോലത്തെ വീഡിയോസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഒരു ഹാർട്ട് സിമ്പിളും കൂടെ കൊടുക്കുക കേട്ടോ. അതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. ഇത് ലോങ് വീഡിയോ ആണ്, ഷോർട്ട് വീഡിയോ അല്ല. കുറേ നാളുകൊണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലോങ് വീഡിയോ അങ്ങനെ ഇടാറില്ല. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പം അത്യാവശ്യം പറയാനുള്ളതാണെങ്കിൽ വീഡിയോ ഇച്ചിരി എടുത്ത് പറഞ്ഞു നോക്കുന്നത്. അതുകൊണ്ട് ഞാനിത് ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇടുകയാണ്. നമുക്കിത് അത്യാവശ്യം ഓഫീസിലൊക്കെ പോകണം, പെട്ടെന്ന് നമുക്ക് റെഡിയാണ്, ഈവനിങ് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാപ്സിൽ നമുക്ക് ബാഗ് ഇട്ടുകൊണ്ട് പോയാലും മതി. ഇവിടെ നമുക്ക് വൈപ്പ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു റീഅപ്ലിക്കേഷൻ എല്ലാം ചെയ്യുവാണെങ്കിൽ
അടിപൊളിയായിട്ട് ആക്നി ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് 2-3 ക്യാപ്സൂൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഫേസിൽ ആക്നി അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഫേസ് അതനുസരിച്ച് നമ്മൾ ഡീഹൈഡ്രേഷൻ ആവാതെ നല്ല ഹൈഡ്രേഷൻ ആക്കി തന്നെ വെച്ചേക്കണം. നല്ല ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിരുന്നു. ബട്ട് ഇപ്പം അൺഅവൈലബിൾ ആയിട്ടുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഷോക്കാണ്. ഇപ്പോഴാണ് ചെക്ക് ചെയ്ത ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടാനായിട്ട് നോക്കിയപ്പം ലിങ്ക് ഇല്ല. അപ്പം എല്ലാവർക്കും ശുഭദിനം. അപ്പം ബൈ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്.